ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുരോഗമിക്കുന്നു. ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളുടെ പ്രതിഫലനമായ ഭരണഘടന രാഷ്ട്രനിർമ്മാണത്തിന് മാർഗമൊരുക്കുന്നതായി ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2001 പാർലമെന്റ് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. മഹാകുംഭമേളയോടനുബന്ധിച്ച് ഉത്തർപ്രദേശിൽ 7000 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരും. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ പഞ്ചാബ് FCയെ നേരിടും. വാർത്തകൾ വിശദമായി. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭാധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള പ്രതിപക്ഷ നീക്കവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വാദപ്രതിവാദത്തിനാണ് രാജ്യസഭ വേദിയായത്. ഭരണപക്ഷത്തിനെ പിന്തുണയ്ക്കുന്ന പക്ഷപാതപരമായ നിലപാട് രാജ്യസഭാ അധ്യക്ഷൻ സ്വീകരിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സഭയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന നടപടിയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷ MPമാർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുരോഗമിക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളുടെ പ്രതിഫലനമായ ഭരണഘടന സ്വാതന്ത്ര്യ സമരത്തിന്റെ വിശുദ്ധിയിൽ നിന്നും രൂപപ്പെട്ടതാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാഷ്ട്രനിർമ്മാണത്തിന് ഭരണഘടന മാർഗമൊരുക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. हमारी सरकार ने संविधान के मूल्यों को खुले और सच्चे मन से स्वीकार किया है. मुझे खुशी है कि हमारी सरकार संविधान की मूल भावना को केंद्र में रखकर जनहित के मार्ग पर तेजी से आगे बढ़ रही है. हमने गुलामी की मानसिकता को समाप्त करके भारतीय न्याय संहिता, भारतीय नागरिक सुरक्षा संहिता और भारतीय साक्ष्य अधिनियम जैसे नए कानूनों को पारित किया है. अध्यक्ष महोदय, ഭരണഘടന സംബന്ധിച്ച 2 ദിവസത്തെ ചർച്ചകളാണ് ലോക്സഭയിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചർച്ചകൾക്ക് മറുപടി നൽകും. രാജ്യസഭയിൽ ഈ മാസം 16, 17 തീയതികളിലാണ് ഭരണഘടനാ സംബന്ധമായ ചർച്ചകൾ. ഭരണഘടന അംഗീകരിച്ച ദിനമായ നവംബർ 26 രാജ്യം സംവിധാൻ ദിവസായി 2015 മുതൽ ആഘോഷിച്ചു വരികയാണ്. വിദേശ രാജ്യങ്ങളിൽ യുവാക്കൾ തൊഴിൽ തട്ടിപ്പിന് ഇരയാകുന്നത് തടയാൻ അവബോധ പരിപാടികൾ ഉൾപ്പെടെ നിരവധി നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം കർശന ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും ഇത്തരം അനധികൃത തൊഴിൽ പരസ്യങ്ങൾ നൽകിയ നിരവധി വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തതായും ശ്രീ ജയശങ്കർ ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. We've had such cases, particularly with respect to Southeast Asia, Cambodia, Myanmar, to some degree Laos. In the e-migrate portal, in embassy websites, we put cautionary notices. We are conducting campaigns here, actually involving even public personalities to caution young people to be careful about getting trapped in such schemes. This is a constant problem, sir. We have to be constantly aware. 2001 പാർലമെന്റ് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി. ആക്രമണം നടന്നിട്ട് ഇന്ന് 23 വർഷം പൂർത്തിയാവുകയാണ്. ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ജീവൻ നഷ്ടമായ മറ്റുള്ളവർക്കും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആദരാഞ്ജലികൾ അർപ്പിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ധീരതയും നിസ്വാർത്ഥ സേവനവും രാജ്യത്തെ പ്രചോദിപ്പിക്കുന്നതായി രാഷ്ട്രപതി അനുസ്മരണ സന്ദേശത്തിൽ കുറിച്ചു. ധീര രക്തസാക്ഷികളുടെ ത്യാഗം രാജ്യത്തിന് എന്നും പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കൾ ധീര രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന നടത്തി. മഹാകുംഭമേളയോടനുബന്ധിച്ച് ഉത്തർപ്രദേശിൽ 7000 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. വിവിധ റെയിൽ, റോഡ് പദ്ധതികളും പാലങ്ങളും സ്നാനഘട്ടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഭരദ്വാജ് ആശ്രമം ഇടനാഴി ഉൾപ്പെടെ വിവിധ ക്ഷേത്ര ഇടനാഴികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. പ്രയാഗ്രാജിലെ ഹനുമാൻ മന്ദിർ, സരസ്വതി കൂപ്പ് ദർശനത്തോടനുബന്ധിച്ച് പൂജയിൽ പ്രധാനമന്ത്രി ഇപ്പോൾ പങ്കെടുക്കുകയാണ്. മഹാകുംഭമേളയോടനുബന്ധിച്ചുള്ള പ്രദർശനവും അദ്ദേഹം വീക്ഷിക്കും. 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് ലോക പ്രശസ്തമായ മഹാകുംഭമേള നടക്കുന്നത്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരും. വൈകുന്നേരം 6 മണിക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത അഭിനേത്രി ശബാന ആസ്മി ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഈ മാസം 20 വരെ 15 തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകളാണ് പ്രദർശിപ്പിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ സിനിമകളുടെ പ്രദർശനം ആരംഭിച്ചു. ഇന്ന് പ്രദർശനമുള്ള 5 തിയേറ്ററുകളിലും തിരക്ക് അനുഭവപ്പെട്ടു. ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക ആൻ ഹുയിക്ക് ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിക്കും. ചടങ്ങിന് ശേഷം ഉദ്ഘാടന ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയർ പ്രദർശിപ്പിക്കും. 14 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ളത്. മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 സിനിമകളും പ്രദർശിപ്പിക്കും. തിയേറ്ററുകളിൽ 70% റിസർവേഷനോടെയും 30% റിസർവേഷൻ കൂടാതെയുമാണ് പ്രവേശനം. പാലക്കാട് പനയമ്പാടത്ത് ഇന്നലെ ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച 4 വിദ്യാർത്ഥിനികളുടെയും മൃതദേഹങ്ങൾ ഖബറടക്കി. കരിബ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ നിദ ഫാത്തിമ, ഇർഫാന ഷെറിൻ, റിദ ഫാത്തിമ, ഐഷ എന്നിവരുടെ മൃതദേഹങ്ങളാണ് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തൂപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കിയത്. മന്ത്രിമാരായ MB രാജേഷും K കൃഷ്ണൻകുട്ടിയും കുട്ടികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. റിസർവ് ബാങ്കിന് നേരെ ബോംബ് ഭീഷണി. റഷ്യൻ ഭാഷയിൽ എഴുതിയ ഇമെയിലാണ് ബാങ്കിന്റെ ഔദ്യോഗിക അക്കൌണ്ടിലേക്ക് ലഭിച്ചത്. മുംബൈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 1 മാസത്തിനിടെ 2ാം തവണയാണ് ഭീഷണി എത്തുന്നത്. ഡൽഹിയിൽ സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി. ഇന്ന് പുലർച്ചെ ഡൽഹിയിലെ 6 സ്കൂളുകൾക്കാണ് ഇമെയിലിലൂടെ ബോംബ് ഭീഷണി ലഭിച്ചത്. വിവരം ലഭിച്ചയുടൻ അധികൃതർ വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് മടക്കി അയച്ചു. ബോംബ് ഡിറ്റക്ഷൻ ടീമും ഫയർഫോഴ്സും സ്ഥലത്തുണ്ട്. ഈ ആഴ്ച ആദ്യം ഡൽഹിയിലെ മറ്റ് ചില സ്കൂളുകൾക്കും ഇമെയിൽ വഴി ബോംബ് ഭീഷണി ലഭിച്ചിരുന്നു. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 3 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉത്തരവിട്ടു. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും മറ്റുള്ളവർക്ക് 50,000 രൂപയും നൽകും. ഇന്നലെയുണ്ടായ അപകടത്തിൽ 6 പേർ മരിക്കുകയും 26 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ജമ്മു കാശ്മീരിൽ നടന്ന സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ സോഫ്റ്റ്വെയർ എഡിഷൻ ഗ്രാൻഡ് ഫിനാലെ ഇന്നലെ സമാപിച്ചു. 6 ടീമുകൾ വിജയികളായി. മത്സരത്തിൽ പങ്കെടുത്ത 28 ടീമുകൾ സൈബർ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ വിവിധ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ അനുഭവപ്പെട്ടിരുന്ന ശക്തമായ മഴയ്ക്ക് നേരിയ ശമനം. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തേനി, തഞ്ചാവൂർ, തിരുച്ചി, നാഗപട്ടണം, രാമനാഥപുരം, തൂത്തുക്കുടി ഉൾപ്പെടെ 15 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മുൻകരുതലിന്റെ ഭാഗമായി 15 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നദീതീരങ്ങളിൽ ഉള്ളവർക്ക് വെള്ളപ്പൊക്ക മുന്നറിയിപ്പും നൽകി. വടക്കുകിഴക്കൻ മൺസൂണിൽ സാധാരണയിൽ കവിഞ്ഞ മഴയാണ് ഇക്കുറി തമിഴ്നാട്ടിൽ അനുഭവപ്പെടുന്നത്. ന്യൂനമർദ്ദം ദുർബലമാകുന്നതിനാൽ ഇന്നൂടെ മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ജാർഖണ്ഡിലെ JRD ടാറ്റ സ്പോർട്സ് കോംപ്ലക്സിലാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന BWF വേൾഡ് ടൂർ ബാഡ്മിന്റൺ വനിതാ ഡബിൾസ് ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഇന്ത്യയുടെ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ജാപ്പനീസ് സഖ്യത്തോട് പരാജയപ്പെട്ടു. ഇതോടെ ടൂർണമെന്റിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ അവസാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുരോഗമിക്കുന്നു. ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളുടെ പ്രതിഫലനമായ ഭരണഘടന രാഷ്ട്രനിർമ്മാണത്തിന് മാർഗമൊരുക്കുന്നതായി ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2001 പാർലമെന്റ് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. മഹാകുംഭമേളയോടനുബന്ധിച്ച് ഉത്തർപ്രദേശിൽ 7,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരും. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ പഞ്ചാബ് FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.